ഭിന്നസംഖ്യകളിൽ നമ്മൾ കുറച്ച് കണക്കുകൾ ചെയ്തു കഴിഞ്ഞു. ഇനി 1-2 കണക്കുകൾ കൂടി നമുക്ക് ചെയ്തു നോക്കാം. പിന്നെ എനിക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കും ചെയ്യാം. ഒരു ചോദ്യം ഇങ്ങനെയാണ്: അരയുടെ പകുതിയെ 1-ന്റെ പകുതി കൊണ്ട് ഗുണിച്ചാൽ എത്ര? അരയുടെ പകുതിയെ 1-ന്റെ പകുതി കൊണ്ട് ഗുണിച്ചാൽ എത്ര എന്ന് പറഞ്ഞിട്ട് ഒരു കണക്ക്. അരേനെ കാലുകൊണ്ട് ഗുണിക്കല്ലേ സംഭവം? അരയുടെ പകുതിയെ ശ്രദ്ധിക്കണം. അരയുടെ പകുതിയെ 1-ന്റെ പകുതി കൊണ്ട് ഗുണിച്ചാൽ എത്ര? അതന്നെ, അരേന്റെ പകുതി കാല്, 1-ന്റെ പകുതി അര. അപ്പൊ ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ചെയ്തോളൂ. (1/8) സാർ? യെസ്, 1/8. അരയുടെ പകുതിയെ എന്ന് പറയുമ്പോൾ അര ഇൻറ്റു അര, അതാണ് പകുതി. അരയുടെ പകുതി എന്ന് പറഞ്ഞതും 50% എന്ന് പറഞ്ഞാലും 0.5 എന്ന് പറഞ്ഞാലൊക്കെ ഒരേ കാര്യം തന്നെയാണ്. നമ്മളത് മനസ്സിലാക്കണം. എല്ലാം ഒന്നാണ്, ഒരേ കാര്യം. പലപ്പോഴും ചിലപ്പോൾ 1:2 എന്ന് പറഞ്ഞാലും ഇതന്നെ വരുന്നത്. അപ്പൊ അരയുടെ പകുതിയാണ് അര ഇൻറ്റു അര. അര ഇൻറ്റു അര. അപ്പൊ അരയുടെ പകുതിയായി. അതിനെന്ത് ചെയ്യണം? 1-ന്റെ പകുതി എത്രയാ? അരയുടെ പകുതി അര തന്നെയാണ്. അപ്പൊ വീണ്ടും എന്ത് വരും? ഇൻറ്റു 1/2. അരേന്റെ പകുതി പറഞ്ഞാൽ കാല് 1/4. അതെ, അത് മൊത്തത്തിലാണ് ചെയ്താലും മതി. അരയുടെ പകുതിയെ ഗുണിക്കാൻ അര ഇൻറ്റു അര ഇൻറ്റു അര എന്ന് വരും. സം ഈസ് ഈക്വൽ ടു 1/8. അംശത്തെ അംശം കൊണ്ട് ഗുണിക്കുക, ഛേദത്തെ ഛേദം കൊണ്ട് ഗുണിക്കുക. ഭിന്നസംഖ്യയുടെ കാര്യത്തിൽ വേറെ ഒരു സംശയം വേണ്ട ഗുണനത്തിന്. അപ്പൊ മേലെ 1 × 1 × 1 വന്നു, ഇപ്പൊ 1. താഴെ 2 × 2 × 2, 2 × 2 4, 4 × 2 8. അത്രയേ ഉള്ളൂ. കേൾക്കുമ്പോ പേടിക്കരുത്. കേൾക്കുമ്പോ നമുക്ക് ചിലപ്പോൾ പേടി തോന്നും. അപ്പൊ അങ്ങനെ പേടിക്കൊന്നും വേണ്ട, ഈസി ആയിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഇനി വരുന്ന വേറെ ക്വസ്റ്റ്യൻസ് കാര്യമായിട്ട് വരുന്നത് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ്? 2 നമുക്ക് കുറച്ച് സ്പേസ് വേണേൽ കൂട്ടാം. അത് ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങനെ പോകാം. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാറുണ്ട്. 2 കുറയ്ക്കണം 1, കുറയ്ക്കണം 1/2, കുറയ്ക്കണം 1/4, കുറയ്ക്കണം 1/8, കുറയ്ക്കണം 1/16. ഇങ്ങനെ പോകുന്ന ഒരു ഇത്. അടുത്ത ഓട്ടോമാറ്റിക് എന്ത് വരും? സോറി, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. 1/8 മൈനസ് 1/16. അടുത്ത എന്ത് വരും? അടുത്ത ഇത് ഇങ്ങനെ നീണ്ടു പോവാട്ടോ.
എത്ര നീളം? 1/32. അത് അടുത്ത 1/32 പിന്നെ 1/64 ആവും. ഇങ്ങനെ ഒരു കണക്ക് കിട്ടിയാൽ എങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കുക? തൽക്കാലം 1/16 വരെ ഞാൻ എഴുതുന്നുള്ളൂ. ഇങ്ങനെ ഒരു കണക്ക് കിട്ടിയാൽ നമ്മൾ എങ്ങനെ ഉത്തരം കണ്ടു? കൺഫ്യൂഷൻ ആണ് സാറ് പറഞ്ഞോ. കൺഫ്യൂഷൻ ഉണ്ട്, ആയിക്കോട്ടെ പറഞ്ഞുതരാം, കുഴപ്പമൊന്നുമില്ല. വീണ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. ഓക്കെ, ഇവിടെ നമ്മൾ ലോജിക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, വേറെ ഒന്നും ഉപയോഗിക്കരുത്. നമ്മൾ അതിന്റെ ആ ഒരു സീരീസ് ഒന്ന് നോക്കൂ. 2 ന്ന് 1 കുറച്ച് എത്ര? 1. 1. 1 അര കുറച്ച് എത്ര? 1 അര കുറച്ചാല് അര. അരന്ന് 1/4 കുറച്ച് എത്ര? 1/4. 1/4 1/8 കുറച്ച് എത്ര? 1/4 1/8 കുറച്ചാല് 1/8. സംശയം എന്താ? 1/8. 1/8 1/16 കുറച്ചാലോ? 1/16. അപ്പൊ ആൻസർ എന്താ? 1/16. യെസ്, 1/16. ഇത് നിങ്ങൾക്ക് വലിച്ചു നീട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകും. ഇതാണ് നിങ്ങളെ പലപ്പോഴും കളിപ്പിക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് വന്നാല് പകുതി ആയിട്ടാണോ വരുന്നത്? അവിടെ നോക്കണം. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇതേപോലത്തെ ക്വസ്റ്റ്യല്ലേ 15/16 എന്ന് പറഞ്ഞു വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അതുണ്ട്. അത് ഞാൻ പറയാം, അതിലേക്ക് വരാം. 31 ഓക്കെ, അതിലേക്ക് വരാം. അത് വരും. ഇത് കുറയ്ക്കലാണ്, ശ്രദ്ധിക്കുക. മറ്റൊരു കൂട്ടലാവും, ഒത്തിരി വ്യത്യാസം. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇങ്ങനത്തെ ഒരു സീരീസ് നോക്കുമ്പോ നമുക്ക് വേണമെങ്കിൽ ഇതിനെ നീട്ടി ഇങ്ങോട്ട് വെക്കാം. എന്ത് വെക്കാം? ഇവിടെ വേണമെങ്കിൽ 4 കുറയ്ക്കണം വെക്കാം. കുഴപ്പമുണ്ടോ? ഒരു 4 കുറയ്ക്കണം എന്നൊരു ചിഹ്നം കൊടുത്താൽ വല്ല കുഴപ്പമുണ്ടോ? അപ്പോഴും ആൻസർ എന്താ? 1/16. 4 2 കുറച്ച 2, പഴയക്ക് എത്തിയില്ലേ? ഇനി ഇങ്ങോട്ട് വേണമെങ്കിൽ 8 കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോഴും ആൻസർ അത് തന്നെ കിട്ടും. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിലോ 1/16 അപ്പുറത്തേക്ക് ഒരു 1/32 നമ്മളാണ് കൊടുക്കുക. 1/32 കൊടുത്താൽ എന്താ സംഭവിക്കുക? 1/32 ആൻസർ 1/32. സംശയമൊന്നും വേണ്ട. അവിടെ കണക്ക് ചെയ്യാൻ പോകരുത്. നിങ്ങളെ കളിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ്. ചിലപ്പോൾ അത് 1/64 കൂടി ചെയ്യും. -1/64 എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഏതാണ് വരുന്നത് അത് തന്നെയാണ് ഉത്തരം. പക്ഷെ ശ്രദ്ധിക്കണം, പകുതി ആയിട്ടാണ് പോണത്. ഏത്? ഇങ്ങനെ അര 1/4 1/8 അങ്ങനെ തന്നെ വരണം കേട്ടോ. അതായത് 1/3 അങ്ങനെ ഇതായിട്ട് 1/6 എന്നുള്ള പറഞ്ഞു പോയാൽ ഇത് പറ്റില്ല. ഇങ്ങനെ വരും. പക്ഷെ അങ്ങനെ തരില്ല. ഇത് ഇങ്ങനത്തെയാണ് നിങ്ങൾക്ക് തരാറ്. ഓക്കെ ആയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ ഇത് മണിക്കുട്ടി ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ എത്രയുള്ളൂ ഇങ്ങനെ കുറച്ച് വരികയാണെങ്കിൽ ഇതിങ്ങനെ നോക്കാം. 4 ന് 2 കുറച്ച 2, 2 ന് 1 കുറച്ച 1. അപ്പൊ നമ്മൾ ആൻസർക്ക് ഇങ്ങനെ ലാസ്റ്റ് വരുന്ന 1 ന് അര കുറച്ചാൽ അര. അപ്പൊ ഇവിടെ എത്തി നമ്മൾ. പിന്നെ 1/4 കുറച്ചാൽ 1/4. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. അതിന്റെ ആൻസർ നിങ്ങളൊന്ന് കണ്ടെത്തും. ഓക്കെ, ഇതേ സെയിം പാറ്റേണിലോട്ടേക്ക്.
ഇതിന് ആൻസർ നിങ്ങളൊന്ന് കണ്ടുപിടിക്കും. വീണ ആൻസർ തന്നു, പക്ഷെ വീണയുടെ അത്ര ശരിയല്ല. കണ്ടുപിടിക്കാൻ മാത്രം ഉണ്ടോ അത്? ഒന്ന് ബൈ 128 സാർ. യെസ്, 1/128. അതൊന്നും ആലോചിക്കല്ല അതില്. നമ്മളത് സെയിം പാറ്റേൺ ആണ്. 1ന്റെ പകുതി അര, അരയുടെ പകുതി കാല്, കാലിന്റെ പകുതി 1/8, അങ്ങനെ പകുതി 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 തന്നെ പോണത്. ഒരു സംശയം വേണ്ട, ലാസ്റ്റിൽ ഏതാണോ വരുന്നത് 1/128. ചിലപ്പോ ഈ ഒന്നുണ്ടായില്ല എന്നും വരും കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ എന്താ സംഭവിക്കും, ഈ 1നെ ഒഴിവാക്കും. അല്ല കുഴപ്പമുണ്ടോ? അര കുറയ്ക്കണം, കാലേ കുറയ്ക്കണം, 1/8 അങ്ങനെ വന്നാലോ കുഴപ്പമുണ്ട്? അങ്ങനെ വന്നാലും ആൻസർ തന്നെയല്ലേ? ആൻസർ തന്നെയാണ്. ചിലപ്പോൾ ഇവിടുന്ന് തുടങ്ങണ 1/8 മുതലാണ് തുടങ്ങുന്നത്. 1/8 മുതൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും സെയിം തന്നെ. അപ്പോഴും സെയിം ആണ്. ഇതെങ്ങനെ പോയാലും സെയിം ആണ്. പകുതി പകുതി പകുതിയാണോ പോണത്, കുറയ്ക്കലാണോ? രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് കുറയ്ക്കലാണോ, മറ്റൊന്ന് പകുതി പകുതി ആയിട്ടാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻസർ ലാസ്റ്റിൽ ഏതാണോ വരുന്നത് അതാണ്. ഇനി -1/256 എന്ന് എഴുതാൻ ഉത്തരം 1/256. കൂട്ടൽ വരുമ്പോ തോന്നുന്നില്ല, കൂട്ടൽ വരുന്നതിലേക്ക് ഞാൻ വരാം. അതിലേക്ക് ഞാൻ വരാം. ഇത് ഓക്കെ ആയോ? അത് സെറ്റ്. ഓക്കെ എങ്കിൽ എല്ലാവരും പിന്നെ ചാറ്റ് ചെയ്തോളൂ. ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തേക്ക് പോകും. ചാറ്റ് ചെയ്താൽ മതി. ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ യെസ്. ഓക്കെ, നമിത ഓക്കെ. ജിതിൻ ഓക്കെ. വീണ ഓക്കെ. ജിതിൻ, മണിക്കുട്ടി ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. ഞാനിപ്പോ കേറിയതേ ഉള്ളൂ. ആ സാറില്ല, ഇതിന്റെ പാറ്റേൺ മനസ്സിലായോ? കേറിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പാറ്റേൺ മനസ്സിലായോ? സംശയം വല്ലതുണ്ടെങ്കിൽ ചോദിക്കാം. മണിക്കുട്ടി പാറ്റേൺ ഓക്കെ ആണോ? അല്ല സർ, ഞാനിപ്പോ കേറിയതേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇനിയിപ്പോ മറ്റേ ക്ലാസ് നോക്കേണ്ടി വരും. യൂട്യൂബിലൊന്നും കൂടെ നോക്കേണ്ടി വരും. ഞാനിപ്പോ കേറിയതുകൊണ്ടേ. ആ ശരി, ഓക്കെ ഓക്കെ. എന്നാ നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. ഇതിൽ ഇങ്ങനെയുള്ള 1/8 പകുതിയാണ് 1/16, 1/16 പകുതിയാണ് 1/32, അങ്ങനെ അങ്ങനെ പോകും. അങ്ങനെ വരുമ്പോൾ ലാസ്റ്റില് ഏതാണോ വരുന്നതായിരിക്കും ആൻസർ. വേറെ ഒന്നും ചെയ്യരുത്. ഗുണിക്കാനും കൂട്ടാനും ഹരിക്കാനും ഒന്നിനും നിങ്ങൾ നിൽക്കണ്ട. ലാസ്റ്റിൽ ഏതാണോ വരുന്നത് അതാണ് ആൻസർ. ഇതാണ് ലാസ്റ്റിൽ 1/128 ആൻസർ. അതാണ് ഉത്തരം. ഓക്കെ, പകുതിയായിട്ട് മൈനസ് ആക്കി പോവുകയാണെങ്കിൽ ആ അങ്ങനെ പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പോൾ കുട്ടികളാകെ കൺഫ്യൂഷൻ ആവാറുണ്ട്. അവർ അരമണിക്കൂർ മെനക്കെട്ടാലും ചിലപ്പോൾ ഉത്തരം കിട്ടില്ല. കാരണം ഇതിന്റെയൊക്കെ ലസാഗും ഇതൊക്കെ കണ്ട് മെനക്കെട്ട് കൂട്ടി കുറച്ച് വരുമ്പോഴേക്കും നമ്മളെ സമയം പോകും. ഇത് ആവശ്യമില്ല. ഇതതിന്റെ ഒരു പാറ്റേൺ നോക്കുക, ലോജിക്ക് നോക്കുക, വളരെ ഈസിയാണ്. ഇനി നമ്മൾ വരുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ അതിലേക്ക് നമുക്ക് വരാം. എന്ത് വരാം? നമ്മളത് ചോദ്യം ഇങ്ങനെയാണ് വിചാരിക്കുക. അര പ്ലസ് അര പ്ലസ് 1/4 പ്ലസ് 1/4
8 പ്ലസ് 1/16 പ്ലസ് 1/32. ഇങ്ങനെ വന്നാൽ എന്താണ് ആൻസർ? മുപ്പത്തൊന്ന് ബൈ 32 സാർ? യെസ്, 31/32. അതെങ്ങനെ? അതിന്റെ പാറ്റേൺ നോക്കൂ. 1/2 1/4 കൂട്ടി എത്ര? അരയും കാലും കൂട്ടിയ 3/4 നമ്മൾക്ക് അറിയാം. 3/4 3/4. അപ്പൊ ആ 4ഉം 3ഉം തമ്മിലുള്ള ബന്ധം 4ന്ന് 1 കുറച്ചതാണ് 3. അതിലൂടെ 1/8 കൂട്ടിയാൽ നമുക്ക് കിട്ടുക 7/8 എന്നാണ്. ഒരു സംശയം വേണ്ട, കൂട്ടി അങ്ങനെ കിട്ടും. 7/8 എന്ന് കിട്ടും. 8ന്ന് 1 കുറച്ചതാണ് ഛേദം 8 അംശം 7. അപ്പൊ 8ന്ന് 1 കുറച്ചതാണ് അതിന്റെ അംശം. പിന്നെ 1/16 എന്ന് പറഞ്ഞാലോ, 1/16 എന്ന് പറഞ്ഞാൽ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 15/16 എന്ന് കിട്ടും. 1/32 കൂട്ടിയാൽ 31/32 എന്നാണ് ആൻസർ. മുപ്പത്തി 1/32 3 അവിടെയും ഇല്ലേ? മുപ്പത്തൊന്ന് ബൈ 32 എന്ന് വരും. ഇനി 1/64 ആണെങ്കിൽ നമുക്ക് എന്താ 63/64 എന്ന് കിട്ടും. ഓക്കെ, ഓക്കെ ആയോ? ഓക്കെ ആണെങ്കിൽ ചാറ്റ് ചെയ്യാം. ഓക്കെ എന്ന് ചാറ്റ് ചെയ്യാം. ഓക്കെ മണിക്കുട്ടി, ഓക്കെ ഓക്കെയാണ് സാർ. ഓക്കെയാണ്. ഇത് ചിലപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു 2 + 1 ഒക്കെ ചിലപ്പോൾ ആഡ് ചെയ്യും ഒരു നമ്മളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. 2 + 1 പ്ലസ് അങ്ങനെ വന്നാലോ? അങ്ങനെ വന്നാൽ എത്ര ഉത്തരം കിട്ടുക? അങ്ങനെ എന്താ സംഭവിക്കും പറയൂ? ആർക്കൊരു ഐഡിയ കിട്ടില്ല? അങ്ങനെ വന്ന ഒന്നുമില്ല. 2 കൂട്ടിയാൽ 3 നമുക്കറിയാം. മറ്റേ ഇതൊക്കെ പാടെ കൂട്ടിയാൽ നമുക്ക് 31/32 ആണെന്ന് അറിയാം. അപ്പൊ പിന്നെ അത് 2 കൂടി ചേർത്ത് എഴുതിയാൽ മതി. എത്രയേ ഉള്ളൂ? 3 പിന്നെ 31/32. 3
3/31/32 എന്ന് കിട്ടും. അങ്ങനെ സംഖ്യകൾ വന്നാൽ അതും കൂടി ആഡ് ചെയ്താൽ പോവുക, അത്രേ ഉള്ളൂ. കൂട്ടുക, വേറെ ഒന്നും ചെയ്യാല്ല ഇത്. ഓക്കെ ആയോ? ഇത് അങ്ങോട്ട് നീണ്ടാലും ഇങ്ങോട്ട് നീണ്ടാലും ഒരു കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടം പോലെ ഈസി ആയിട്ട് ആൻസർ കണ്ടെത്തും. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇല്ല. പിന്നെ ചിലപ്പോൾ ഇതിനെന്ത് ചെയ്യും, ഇവര് വേറെ പണി എടുക്കും, ഇതിനെ ഒരു വിഷമ ഭിന്നാക്കിയിട്ട് ഇട്ടുകളയും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് കുടുങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് ചിലപ്പോൾ ഒരു വിഷമ ഭിന്ന, അങ്ങനെ വിഷമ ഭിന്നാക്കി എന്ത് കിട്ടും, 3/31/32 വിഷമ ഭിന്നാക്കിയത്ത് കിട്ടും, നിങ്ങൾ കണ്ടെത്തും. 3/31/32 വിഷമ ഭിന്നാക്ക് കാരണം 32/31 അല്ലേ വരിക? അതല്ല, 3/31/32 എന്നാൽ മിശ്ര ഭിന്നമാണ്. 3 എന്നുള്ള എണ്ണൽ സംഖ്യവും 31/32 എന്നുള്ളത് സാധാരണ ഭിന്നവുമാണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വിഷമ ഭിന്നാക്കാൻ പറ്റും. വിഷമ ഭിന്നത്തിനെ മിശ്ര ഭിന്നാക്കാനും പറ്റും. എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യല്? ആദ്യം സംഖ്യയെ ഛേദം കൊണ്ട് ഗുണിക്കും. സംഖ്യയെ ഛേദം കൊണ്ട് ഗുണിച്ചോളൂ. എത്ര വരുന്നു? സംഖ്യയെ ഛേദം കൊണ്ട് ഗുണിച്ചാൽ 3 × 32 96. പിന്നെന്ത് സംഭവിക്കും? പിന്നെന്ത് ചെയ്യണം? 127/32. അല്ല, നിൽക്കും, അത് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പിന്നെന്ത് ചെയ്യണം? ഇനി എന്ത് ചെയ്യണം? ഇനി അതിൽ കൂടി അംശം കൂട്ടണം. അതിൽ കൂടി അംശം എത്ര? 31 ആഡ് ചെയ്യണം ബൈ 32. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയാണ് നമ്മൾ 127/32. യെസ്. അതായത് 96 31 കൂട്ടുക, അപ്പൊ എത്ര വന്നു? 127 വരും. അപ്പൊ 127/32. ചിലപ്പോൾ ക്വസ്റ്റ്യൻ, ചിലപ്പോൾ നമ്മൾ ഓപ്ഷൻ ചിലപ്പോൾ അങ്ങനെ തരും ചിലപ്പോൾ. ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കത് അറിയണം. വിഷമ ഭിന്നത്തെ മിശ്ര ഭിന്നാക്കാനും മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നാക്കാനും നമ്മൾ അറിയണം. ഓക്കെ ആയോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. സംശയമില്ല. ക്ലിയർ ആയോ? അത് ആൻസർ 127/32 അല്ലേ വരുള്ളൂ? 127/32 എത്രയുണ്ട്? അത് കിട്ടും. സെറ്റ്. ഓക്കെ, ബാക്കിയുള്ളവർ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാ. ഓക്കെ, ഓക്കെ ഓക്കെ. ഇനി നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഭിന്നസംഖ്യയെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ പ്രശ്നം എന്താണ്? വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഭിന്നസംഖ്യയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് പിന്നെ പറഞ്ഞാലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ സാർക്ക് അയക്കാം. ഓക്കെ ഓക്കെ. ഭിന്നസംഖ്യയുമായി ബന്ധപ്പെട്ട് ആയിക്കോട്ടെ. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അതിന്റെ ആൻസർ ഗ്രൂപ്പിൽ തരാം. അപ്പൊ നമ്മൾ ഭിന്നസംഖ്യയുമായി ബന്ധപ്പെട്ട് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർക്കാം. ഓക്കെ ഓക്കെ സാർ. അപ്പൊ ഞാൻ ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. സഹകരണത്തിന് നന്ദി. നിങ്ങൾ ആക്റ്റീവ് ആവുക, കാര്യങ്ങൾ ആക്റ്റീവ് ആവുക, എന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.